Mechanical properties of fluids. ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ഈ കഴിഞ്ഞതിനകത്ത് നമ്മൾ പറയുന്ന യങ്സ് മോഡുലസ് സോളിഡ്സിന് വെച്ച ഗ്രാഫ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇതിനകത്ത് ഏത് വരും? ഓഫ് ഫ്ലൂയിഡ്സ്, പാസ്കൽസ് ലോ, ബെർണോളിസ് തിയറം എല്ലാം ഉണ്ട്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. വാട്ട് ഈസ് ബൈ ഫ്ലൂയിഡ്? ഒരു ഫ്ലൂയിഡ് എന്ന് സോളിഡ് അല്ലാത്ത എല്ലാം ഫ്ലൂയിഡ് അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ലിക്വിഡ് പ്ലസ് ഗ്യാസ് എന്ന് എഴുതില്ലേ? എല്ലാ ഗ്യാസുകളും ഫ്ലൂയിഡ് അല്ലേ? അല്ലെങ്കിൽ എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ. അതിൽ ഏറ്റവും നല്ല ഡെഫിനിഷൻ എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ. ഒഴുകാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് മേ ബി എനി ലിക്വിഡ് ഓർ എനി ഗ്യാസ്. ഇനി നമ്മൾ സോളിഡിന്റെ കേസിൽ പറഞ്ഞപ്പം സോളിഡിനൊരു ഡെഫിനിറ്റ് സൈസും ഷേപ്പും ഉണ്ടായിരുന്നു അല്ലേ? വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ് ഓർ ലിക്വിഡ് ഓർ ഗ്യാസ്? ഒരു ഡെഫിനിറ്റ് സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. സോ there is solid has a definite size, shape, volume. പക്ഷെ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ സോളിഡിന്റെയും ലിക്വിഡിന്റെയും കേസിൽ വോളിയം സെയിം ആയിരിക്കും. ഗ്യാസ് ആണെങ്കിൽ വോളിയം എന്നാ പറ്റും? ഗ്യാസ് ആണെങ്കിൽ എന്നാ പറ്റും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചെറിയൊരു കുപ്പിയിൽ ഒരു ഗ്യാസ് നിറച്ചിരിക്കുക, അതിനെ ഒരു വലിയ കുപ്പിയിലോട്ടാക്കിയാലും എന്നാ പറ്റും? അതിന്റെ വോളിയം അത്രയും കൂടി ആ മോളിക്യൂളുകളുടെ അകലം കൂടി അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ? അപ്പം ഗ്യാസിന്റെ കേസിൽ വോളിയം ഒരു കോൺസ്റ്റന്റ് അല്ല, നോട്ട് ബി എ കോൺസ്റ്റന്റ്. ബട്ട് ദ വോളിയം, ഇപ്പം വെള്ളം എടുത്ത് ബക്കറ്റിൽ ഒഴിച്ചാലും കുടത്തിൽ ഒഴിച്ചാലും എവിടെ ഒഴിച്ചാലും, ഇൻ ദ കേസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് വോളിയം ഒരു കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് എ constant. But in the case of gas, volume is not a constant. The volume is the volume of the container in which the gas is occupied. ശരിയല്ലേ? ഏത് കണ്ടെയ്നറിനകത്താണോ ഗ്യാസ് നിറച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറുടെ സൈസ് അല്ലെങ്കിൽ വോളിയം ആയിരിക്കും നമ്മുടെ ഗ്യാസിന്റെ വോളിയം. ഇനി നമ്മൾ സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് സോളിഡ്. ലിക്വിഡിന് എന്നാക്കിയുള്ളേ? വോളിയം ഉണ്ട്, പക്ഷെ ഷേപ്പ് എങ്ങനെയാ പറയുന്നത്? ലിക്വിഡിന്റെ കേസിൽ ഏത് കണ്ടെയ്നറിനകത്താണോ ലിക്വിഡ് ഒക്യുപ്പൈ ചെയ്യുന്നത് ആ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന് അല്ലേ? ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ ആ ഗ്ലാസിന്റെ ഷേപ്പ്. വേറെ ഇപ്പം ഒരു റൗണ്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ്. വേറെ ഒരു എന്നാ പറഞ്ഞ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ്. സോ ഷേപ്പ് ഈസ് ഡിഫറെന്റ് ബട്ട് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. 5 ml ഉള്ളെങ്കിൽ 5 ml എത്രയാണ്? 5 ml ഇതിനകത്ത് കാണുകയുള്ളൂ, ഇതിനകത്ത് 5 ml കാണുകയുള്ളൂ, ഇതിനകത്ത് ഒഴിച്ചാലും 5 ml കാണുള്ളൂ. വോളിയം ഈസ് എ കോൺസ്റ്റന്റ് in the case of solid and liquid, but in the case of gas, volume not be a constant. So in the case of fluid, we can compress these fluids. What do compress? Compress or compressibility. Compressibility എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാർത്തി? കംപ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം തന്നെ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു. കംപ്രസ്ഡ്, അമർത്തി വെക്കുക അല്ലെ? ഇപ്പൊ നോക്കിയേ, കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്ന് അർത്ഥമുണ്ടല്ലേ? ഒരു ഗ്യാസിനെ വേണേ നമുക്ക് ചുരുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു
പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഒരെണ്ണത്തിനകത്ത് എയർ നിറച്ചപ്പോൾ വളരെ അയഞ്ഞു കിടക്കുക. ഓക്കെ, നമുക്ക് ഇതിന്റെ എല്ലാ വശവും കുറെ അകത്തേക്ക് ചുരുട്ടി അല്ലെങ്കിൽ ഇതിനെ കംപ്രസ് ചെയ്ത് ഒരു കൃത്യമായി ഫില്ല് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പ് ആക്കാലോ. ദാറ്റ് മീൻസ് വി ക്യാൻ അപ്ലൈ പ്രഷർ അല്ലേ? പുറത്തുനിന്ന് എന്ത് കൊടുക്കും? ബൈ അപ്ലൈയിങ് എക്സ്റ്റേണൽ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതിനപ്പോ എന്തുണ്ടാകും? ഷിയർ മോഡുലസ് സംഭവിക്കുക അല്ലേ? ഷേപ്പിന് വ്യത്യാസം വരാം. പ്രഷറിന്റെ വാല്യൂ എത്രയാ? P is equal to F by A. So in the case of a fluid നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പകരം എന്നാന്ന് പറയണം? ദ അപ്ലൈഡ് പ്രഷർ എന്ന് പറയണം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ യൂണിറ്റ് എന്നാ? പ്രഷറിന്റെ യൂണിറ്റ് പറ. ലക്ഷ്മി, പ്രഷറിന്റെ യൂണിറ്റ് എന്നാ? Therefore, the unit of pressure is equal to Newton per meter square or Pascal. ഓർക്കുന്നുണ്ടോ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പം മെഗാ പാസ്കൽ ജിഗാ പാസ്കലിനെയൊക്കെ മാറ്റിയതായിരുന്നു. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ ചെയ്തപ്പം കഴിഞ്ഞ ചാപ്റ്റർ മെക്കാനിക്സ് പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ് ചെയ്തപ്പം ബൾക്ക് മോഡുലസിന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ എഴുതി തന്നതാണ്, ഒന്ന് നോക്കിയാണ്. ഇനി വാട്ട് അബൌട്ട് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? ഇതും ചോദിക്കാറുണ്ട് ഈ മൾട്ടിപ്പിൾ ടേബിൾ ഒക്കെ തന്നിട്ട്. പലതിന്റെ SI യൂണിറ്റ്സ് വരും, അതിനകത്ത് പ്രഷറിന്റെയും കാണും. വാട്ട് അബൌട്ട് ദ SI യൂണിറ്റ് ഓഫ് എഫിന്റെ SI യൂണിറ്റ് എന്നാ? എഫിന്റെ എഫ് എന്ന് പറഞ്ഞാൽ എന്നാ? M into A അല്ലേ? ബൈ മീറ്റർ സ്ക്വയർ. അപ്പം അടിയിലൊരു L സ്ക്വയർ വരും. M into ആക്സലറേഷന്റെ L(T)-2 ബൈ L സ്ക്വയർ. L സ്ക്വയർ മുകളിൽ പോകുമ്പം L(2) L(+1) അപ്പം ML(T)-2 L(-2) that is equal to ML(-1) T(-2). ശരിയല്ലേ? So the SI unit of pressure is ML(-1) T(-2). SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ഇതാണ് ശരിക്കും ഇൻട്രൊഡക്ഷൻ. സോ എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഫ്ലൂയിഡ്. It may be liquid or gas. അതിന്റെ വാട്ട് അബൌട്ട് സൈസ്, ഷേപ്പ്, വോളിയം. വോളിയത്തിന്റെ കേസ് ശ്രദ്ധിക്കണം. ഇൻ ദ കേസ് ഓഫ് എ ഗ്യാസ്, the volume not be a constant. You can fill any gas into any container, then it accept the volume of that container. But in the case of a liquid, the volume is constant, but the shape is the shape of the container in which it occupies. So the compressibility ഏതിന് ഏറ്റവും കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും? ഗ്യാസിന്. So the compressibility of gas is greater than 2. The compressibility of liquid greater than to that of solid. We can never compress any solid. നല്ലൊരു ഇരുമ്പ് കഷ്ണം സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പ്രഷർ, അതാകട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. വാട്ട് ഈസ് ബൈ റിജിഡ് ബോഡി? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ മോളിക്യൂൾ കൊണ്ട് വേറെ സ്കൂളിൽ പഠിച്ചത് നിങ്ങൾ, ഞാൻ പഠിപ്പിച്ചില്ല. അതിനകത്ത് പറയുന്നുണ്ട് റിജിഡ് ബോഡി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആറ്റം ഓർ മോളിക്യൂൾ ഈസ് എ കോൺസ്റ്റന്റ്. അതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആറ്റം, ആറ്റം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ NaCl, Na എന്ന് പറയുന്ന അത് ആറ്റങ്ങൾ, വേറൊരു മോളിക്യൂൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെ കേട്ടോ ഇത് ഉദ്ദേശിക്കുന്നു. The distance between any two atom or molecule is a constant. In the case of a solid or rigid body, and it's difficult to change the
or it is difficult to change the shape, or you can compress that rigid body. The compressibility of gas is greater than to that of liquid, greater than to that of solid. Clear അല്ലേ? സംശയമല്ലോ? എഴുതാം. Next, density and relative density. Density and relative density. Density equation എന്നാ നിങ്ങൾക്ക് അറിയാം. Rho is equal to density is equal to mass by volume. ശരിയല്ലേ? അത് അറിയാമല്ലേ പിള്ളേരെ? അറിയാം. അതിന് ഡയമെൻഷൻ ആണെങ്കിലോ? അല്ല, SI യൂണിറ്റ് ഏതാ? മാസിന്റെ SI യൂണിറ്റ് എന്നാ? കിലോഗ്രാം ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. അപ്പൊ ഏതാകും? കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഇനി ഡയമെൻഷൻ ആണെങ്കിലോ? മാസിന്റെ M ഡിവൈഡഡ് ബൈ L ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ML റേസ് ടു -3. ശരിയല്ലേ? ഇതൊക്കെ ഇങ്ങനെ തന്നെ എഴുതാൻ അറിയണം. ഒന്നാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പുതിയ കാര്യം ഞാൻ പറയാമാണ്. 1 gram centimeter cube is equal to 1000 kilogram meter raised to -3. മൈനസ് ഉണ്ട് കേട്ടോ. പറഞ്ഞുതരാം, കാര്യം പറഞ്ഞുതരാം. ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഈ വോളിയം എത്രയായിട്ട് എടുക്കും? 1000 മില്ലി ലിറ്ററിൽ അളക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ മൊളാരിറ്റി എന്നൊരു സാധനം കെമിസ്ട്രി പഠിച്ചോ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു 1000. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 1000 എന്നൊക്കെ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ കെമിസ്ട്രി. എനിവേ ജസ്റ്റ് ലീവ് ഇറ്റ്. പറഞ്ഞുതരാം. ഇപ്പം വാട്ടറിന്റെ ഡെൻസിറ്റി ആണെന്നിരിക്കട്ടെ. വാട്ടറിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാവോ? വാട്ടറിന്റെ അത് സ്റ്റാൻഡേർഡ് 1000 കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഇതുകൊണ്ടാണ് നമ്മൾ ഏതിൻ്റെയും ഡെൻസിറ്റി വേറൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി 1000 കൊണ്ട് ഹരിക്കണേ. ഇപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി പറയുമ്പോൾ പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 10⁻³ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എഴുതില്ലേ? ഉറപ്പായിട്ടും ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. ഇനി ഡെൻസിറ്റി ഓഫ് അലുമിനിയം അറിയാവോ? എത്രയാ? 3 അറിഞ്ഞിരിക്കണം. 2.7 ഇൻറ്റു ഇവിടെ തന്നെ എഴുതാം. 2.7 ഇൻറ്റു 10⁻³ കിലോഗ്രാം മീറ്റർ റേസ് ടു -3. ഒരെണ്ണത്തിലൂടെ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. HG പ്രഷർ. മെർക്കുറിയുടെ എത്രയാ? മെർക്കുറിയുടെ നാനോമീറ്റർ, ബാരോമീറ്റർ, അത് മീറ്റർ, ഇത് മീറ്റർ, എല്ലാം പ്രഷർ അളക്കുന്ന ഏത് വെച്ചാ? HG ഉപയോഗിച്ചല്ലേ? പ്രഷർ എത്രയാ? നമുക്കറിയാവുന്ന 13. മെർക്കുറിയുടെ പ്രഷർ എത്രയാടോ? 13.6. കേട്ടിട്ടുണ്ടോ? 13.6 ഇൻറ്റു 10⁻³ കിലോഗ്രാം മീറ്റർ റേസ് ടു. ഇതിപ്പോ ഞാൻ വാട്ടറിന്റെ പറഞ്ഞു, അലുമിനിയത്തിന്റെ പറഞ്ഞു, മെർക്കുറിയുടെ പറഞ്ഞു. എന്നാ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. അപ്പൊ ഡെൻസിറ്റി, ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അലുമിനിയം. നമ്മൾ എന്നാ കണ്ടുപിടിക്കും? ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അലുമിനിയം. The density of aluminum 2.7 into 10⁻³ kilogram meter raised to -3 divided by 1 into 10⁻³ kilogram meter raised to -3, that is equal to 2.7.
മനസ്സിലായി എന്തിനാ ഹെഡിങ് ഞാൻ പറഞ്ഞെന്ന്? നിങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു ഈ സാധനം? മെർക്കുറിയുടെ 13.6 ആണ്. ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷനും മത്സരത്തിനൊക്കെ ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞാലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അത്. വെരി കെയർഫുൾ അബൌട്ട്. ഓക്കെ, പാസ്കൽസ് ലോ പറയാവോ ആരെങ്കിലും? പാസ്കൽസ് ലോ ഇൻ ഫ്ലൂയിഡ്സ് ഓർ ഫ്ലൂയിഡ് മെക്കാനിക്സ്. Pascal's law states that the pressure in a fluid എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്നാണത്, ഗ്യാസ് ആവാം ലിക്വിഡ്. At rest, very very important, at rest is same at all points if they are at same height. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? റെസ്റ്റിലായിരിക്കുന്ന ഒരു ഫ്ലൂയിഡില് ഒരേ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഹൈറ്റിലെ പ്രഷർ എപ്പോഴും തുല്യമായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒഴുകാത്ത വെള്ളം കേട്ടോ, റെസ്റ്റിലായിരിക്കും. അപ്പൊ ചോദ്യത്തിൽ ഉണ്ടായിരിക്കും ദ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻ എ കണ്ടെയ്നർ എന്നൊക്കെ പറയും. ഒഴുകാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ബെർണോൾസ് തിയറത്തിലോട്ടൊക്കെ പോകും. അത് പോട്ടെ, ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കണ്ടെയ്നർ വരയ്ക്കാം. Let's consider a container ABCD. ഇതിനകത്ത് നിറച്ച് വാട്ടർ നിറച്ചേക്കുവാണ്. ഓക്കെ, മുഴുവൻ വാട്ടർ നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ പറഞ്ഞ പാസ്കൽസ് ലോ അനുസരിച്ച് ഇങ്ങനെയല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പടം എല്ലാം തരും, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, കൺസിഡർ എ പോയിന്റ് എ, കൺസിഡർ എ പോയിന്റ് ബി and consider a point C. What is the relation of the pressure between these 3 points? ഈ 3 പോയിന്റുകളിലെ പ്രഷറിന്റെ കാര്യം എങ്ങനെയായിരിക്കും? സെയിം അല്ലടോ. സെയിം ഹൈറ്റിലുള്ളവരെ പ്രഷർ സെയിം ആയിരിക്കും എന്നല്ലേ പറഞ്ഞു തന്നെ. പിന്നെ എങ്ങനെയാ ശരിയാകുന്നത്? പ്രഷർ ഓഫ് എ ഏതായതിനോട് തുല്യമായിരിക്കും? പ്രഷർ ഓഫ് ബിയോട് സെയിം ആയിരിക്കും അല്ലേ? ബിക്കോസ് വിച്ച് ആർ അറ്റ് സെയിം ഹൈറ്റ്. അതാണ് ഞാൻ ഇങ്ങനെ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞു തരാൻ കാരണം. ഇങ്ങനെയാ ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. പാസ്കൽസ് ലോ എഴുതാൻ ചിലപ്പോൾ നേരിട്ട് പറയല്ല, ഇങ്ങനെ വല്ലോ ചെറിയ ഒരു കുഞ്ഞൊരു പടം വല്ലതും തരും, എന്നിട്ട് ഇവിടെ എച്ച് ഇട്ടേക്കും. അപ്പം ദ എച്ച് ഈസ് കോൺസ്റ്റന്റ് ഫോർ ആർക്കൊക്കെയാണ്? എ ആൻഡ് ബി. സോ പ്രഷർ ഓഫ് എ ഈക്വൽ ടു പ്രഷർ ഓഫ് ബി, ബട്ട് പ്രഷർ ഓഫ് എ ഈക്വൽ ടു പ്രഷർ ഓഫ് ബി നോട്ട് ഈക്വൽ ടു പ്രഷർ ഓഫ് സി. ശരിയല്ലേ? ഇനി ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ എത്രയാണെന്നറിയാവോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്നറിയാവോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജലനിരപ്പ് എടുത്താൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റിലെ പ്രഷറിനെയാണ് നമ്മൾ എന്നാന്ന് പറയണത്? ATM പ്രഷർ കേട്ടോ. അപ്പം ഇവിടുത്തെ പി എ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും എന്ത്? പി ATM ഈസ് ഈക്വൽ ടു പി എ. ബിയും സെയിം അല്ലേ? അപ്പൊ പി ബി എന്നുവെച്ചാല് അതിപ്പോ രണ്ടും ഒരേ കേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെയാണ്. ഇങ്ങനത്തെ ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. വേറെ ചോദ്യം ഞാൻ എഴുതാം. ഇതാണ് നമ്മളുടെ ബീക്കർ. സെയിം ഹൈറ്റ് ആട്ടോ, ചെരിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ വെള്ളം നിറച്ചിട്ടിരിക്കണു. മുമ്പത്തെ പോലെ കൺസിഡർ 3 points A, B, C. This is A, this is B,
ദിസ് ഈസ് ഇ. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും? ചോദ്യം ഒന്ന് ഇതായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? PA അല്ലേ? മറന്നുപോയല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിയത്തില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പാസ്കൽസ് പഠിച്ചിട്ട് ഇത് അറിയത്തില്ല, വളരെ മോശം കേട്ടോ. ഇനി PA, പിയും PBയും PC എങ്ങനെയായിരിക്കും? എവിടുന്നാണ്? ബോട്ടത്തിൽ നിന്ന് സെയിം ഹൈറ്റിലായിരിക്കും. 3 PAയും Bയും Cയും എടുത്തു കഴിഞ്ഞാലോ, അല്ലെ PAയും Bയും കമ്പയർ ചെയ്യാലോ, നോട്ട് ഈക്വൽ ടു PB. ഏതിനായിരിക്കും കൂടുതൽ? പ്രഷർ ഓഫ് B ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് A അല്ലേ? താഴേക്ക് പോകുമ്പോഴാണ് കൂടുതൽ എഴുതാലോ. എനിക്ക് തോന്നുന്നു എഴുതേണ്ട എല്ലാ പോയിന്റും ഈ സ്ക്രീനിലുണ്ട്. ഇപ്പൊ എഴുതിയെടുത്തേ. പാസ്കൽസ് ലോ, the pressure of a fluid at rest is constant or same at all points in same height. ഒരേ ഹൈറ്റിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകളിലെ പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. വേണ്ട, ചോദിച്ചു. ഓക്കെ, ഈ വാട്ടർ ഇല്ലേ, ഇത് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞു എയും ബിയും തമ്മിലുള്ള ഒരു ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ എയും ബിയും തമ്മിലുള്ള ഹൈറ്റ് h ആണെങ്കിൽ, ഓക്കെ, h is the height difference between A and B. What is the pressure difference between A and B? എയും ബിയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്രയായിരിക്കും? ചോദിക്കുന്ന ചോദ്യാ. എത്രയാ? PB മൈനസ് PA ആയിരിക്കും അല്ലേ? PA മൈനസ് B വരികയല്ലോ. പ്രഷർ താഴ്ത്തോട്ട് പോകുമ്പോഴല്ലേ കൂടുന്നെന്ന് പറഞ്ഞേ. അപ്പൊ PB മൈനസ് PA ആയിരിക്കും. ഇതിന്റെ വാല്യൂ എത്രയാ? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എത്രയാ? The pressure difference between any two point is equal to H into rho into G. കേട്ടിട്ടുണ്ടോ? PB minus PA അല്ലെങ്കിൽ change in pressure or P2 minus P1, that is equal to H rho G. So ഇപ്പൊ നമ്മളോട് എങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാണ്. ഇപ്പൊ നമ്മളുടെ ഒരു വെസൽ അല്ലെ ഒരു കണ്ടെയ്നറിന്റെ കാര്യം നമുക്ക് എക്സാമിനല്ല തന്നിട്ടുണ്ട്. അതുപോലെ കൺസിഡർ എ കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അതിനകത്ത് വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാം ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണ്? 3 പോയിന്റ് എടുത്താൽ മതി ഇത് പ്രൂവ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ടോപ്പിലെ ഒരു പോയിന്റ് എടുക്കാം. ഇതിന് ഏന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു പോയിന്റ് ഞാൻ എടുത്തു PB. ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് എടുത്തു PC. PA എന്ന് പറയുന്നത് എത്രയാന്ന് ഞാൻ പറഞ്ഞത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും അല്ലേ? PATM തന്നെയായിരിക്കും. അതായത് സർഫസിനോട് ചേർന്ന് എയർ ആണ് തൊട്ട് മുകളിൽ നിൽക്കുന്നത്. അപ്പൊ എയറിന് എത്ര പ്രഷർ ഉണ്ട്, ആ പ്രഷർ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലായിടത്തും തുല്യമായിട്ട് എക്സേർട്ട് ചെയ്യണം, എല്ലാ പോയിന്റുകളിലും. ഇനി ഇവിടെ നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യണം? ലെറ്റ് കൺസിഡർ the height difference between these 2 points is EH. രണ്ടും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം H ആണെന്നിരിക്കട്ടെ. ഇനി പറയാണ് ഞാൻ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ കോളം കൺസിഡർ ചെയ്തു. അതിനകത്ത് M മാസ് ഓഫ് ലിക്വിഡ് ഉണ്ടായിരുന്നിരിക്കട്ടെ. ക്ലിയർ അല്ലേ? PAയും PBയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് H. അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദ മാസ് ഓഫ് ദ വാട്ടർ, അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വാട്ടറിന്റെ മാസ് എന്ന് പറയുന്നത് M ആണെന്നിരിക്കട്ടെ.
ഈ പോയിന്റിനെ ഞാൻ F1 എടുത്തു, ഇവിടുത്തെ ഫോഴ്സിനെ, താഴത്തെ ഫോഴ്സിനെ ഞാൻ F2 എടുത്തു. ഞാനിപ്പോ പറഞ്ഞില്ലേ ഈ വ്യത്യാസം എത്രയായിരിക്കും, mgh ആയിരിക്കും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ പ്രഷറിനെ ഇപ്പൊ PV എന്ന് എഴുതി, ഞാൻ P1 എടുത്തോട്ടെ, എന്നാൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിനെ P2 എന്ന് എടുക്കാം, താഴത്തെ പ്രഷറിനെ P2 എന്ന് എടുക്കാം. ഈ പോയിന്റിലായിട്ട് എഴുതണേ. സോ F1 എന്ന് പറയുന്നത് എന്നായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു F/A അല്ലേ, പ്രഷർ ഈസ് ഈക്വൽ ടു F/A or F equal to P into A. So F1 equal to P1 into A. സെയിം സിലിണ്ടറിക്കൽ ഇതെടുത്തത് എന്നാ വെച്ചാൽ താഴത്തെ ഏരിയ തുല്യമായിട്ട് വരാനാണ്. സോ താഴെ എങ്ങനെ ആയിരിക്കും, F2 equal to P2A. അപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ എത്രയായിരിക്കും, അല്ല ചേഞ്ച് ഇൻ ഫോഴ്സ് എത്രയായിരിക്കും, P2 മൈനസ് P1 ഇൻറ്റു A. അതായിരിക്കും F2 മൈനസ് F1 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാന്ന് ചോദിച്ചാല്, ആ ഒരു സിലിണ്ടറിക്കൽ കോളത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ്. ദിസ് ഫോഴ്സ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദാറ്റ് സിലിണ്ടർ. ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ കോളം. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞ വെയിറ്റിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം M/V ആണ് റോ. അപ്പം എമ്മിനെ എന്നാന്ന് എടുക്കാം, V ഇൻറ്റു റോ എന്ന് എടുക്കാം. സോ V ഇൻറ്റു റോ ഇൻറ്റു G എന്ന് എഴുതാം. ഇവിടെ ഏരിയയുടെ ടേമിൽ അടക്കണം. അപ്പൊ വോളിയത്തിനെ ഹൈറ്റോടെ ഉള്ളപ്പം ഏരിയ ഇൻറ്റു H ഇൻറ്റു റോ ഇൻറ്റു G എന്ന് എഴുതാം. ശരിയല്ലേ. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഫോഴ്സ് എത്ര വ്യത്യാസമാണോ അത്രയും വെയിറ്റ് ആണ്. ആ ഫോഴ്സ് വ്യത്യാസം എന്ന് പറയുന്നത് ആ കോളത്തിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറിന്റെ വെയിറ്റ് ആണെങ്കിൽ we can equate these two equations. So P2 minus P1 into A is equal to A into H into rho into G. രണ്ടേ ക്യാൻസൽ ചെയ്യാം. So P2 minus P1 is equal to H rho. So any 2 point, ഏത് രണ്ട് പോയിന്റ് തമ്മിൽ ഹൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും അത് തമ്മിലുള്ള പ്രഷർ വ്യത്യാസം കാണാൻ ആ ഹൈറ്റ് വ്യത്യാസം ഇൻറ്റു റോ, അതിനകത്ത് ഏതാണ് വാട്ടർ എടുക്കുന്നത് അതിന്റെ ഡെൻസിറ്റി, ഇൻറ്റു G. G എന്നാണ്, സ്മോൾ g, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. So P2 minus P1 is equal to H rho G.